ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ രാധാ ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ കഥ ഇന്നലെ കണ്ടുല്ലേ ലാസ്റ്റ്. അപ്പോൾ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിനെ കയറി പിടിക്കുകയാണ്. അവൾ ഇങ്ങനെ പോകാൻ കാരണം പിന്നെ സുധി ഈ സച്ചി കാരനാണ്, ഇവൻ കാരനാണ്, ഇവൻ അത്രയ്ക്ക് ഇൻസൾട്ട് ചെയ്തു അവളേനെ, ഇവൻ കാരനാണ് അവൾ ശ്രുതി ദേഷ്യപ്പെട്ടു പോയത്, സങ്കടപ്പെട്ടു പോയത് എന്നൊക്കെ പറയുകയാണ് അമ്മേനോട്. ഇവനെ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചിയുടെ കോളറിന് കയറി പിടിക്കുകയാണ് സുധി. അപ്പോൾ പറയും, ഞാൻ എന്ത് തെറ്റു ചെയ്തു, നീ പാർക്കിൽ പോയി കടന്നുറങ്ങിയോണ്ടല്ലേ അവൾ പോയത് എന്നറിയും, നീ പാർക്കിൽ പോയി കടന്നുറങ്ങിയോണ്ട് പോയി ഞാനെന്ത് തെറ്റ് ചെയ്ത് നിൻ്റെ ഭാര്യ പോയനെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, അത്രയ്ക്ക് ഇൻസൾട്ട് ചെയ്തു നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിടിവലി കൂടി. അങ്ങനെ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നുതും തള്ളുമ്പോഴേക്കും രവിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടലൊക്കെ പോലെ വന്നിട്ട് പറയും, മോനെ നിർത്ത് മക്കളെ അറിയാം. അപ്പോഴേക്കും ശ്രീകാന്തും വർഷയൊക്കെ ഓടി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് മാറ്റും. അതിൽ പറയും, ഇവൻ കാരനാണ്, ഇവൻ അത്രയ്ക്ക് അവളെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറയും. അപ്പോൾ ശ്രീകാന്തും പറയും, അത് ശരിയാണ്, ഇന്നലെ സച്ചേട്ടൻ അല്ലെങ്കിൽ അതൊന്നൊരു മയത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു, സച്ചേട്ടൻ അത്രയും ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറയും. അപ്പോൾ പറയും, അപ്പോൾ വർഷയും പറയും, അപ്പോൾ പറയൂ ഇങ്ങനെ ഒന്നാമത് മൂപ്പർക്കൊരു സെൻസോട് കൂടി സംസാരിക്കാൻ അറിയില്ല, പറയുന്നത് മുഴുവൻ മണ്ടത്തരങ്ങളാണ്. പക്ഷേ ഈ ഒരു ഇഷ്യൂ ഇത്രയും വലുതാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അത് ആർക്കായാലും വിഷമം ഉണ്ടാവില്ല എന്നൊക്കെ അവൾ പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരും. പറഞ്ഞു, നീ മിണ്ടാണ്ടിരുന്നോ, ശ്രീകാന്ത് നിൻ്റെ പെട്ടിനോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞോ എന്നൊക്കെ സച്ചി പറയുകയാണ്. അപ്പോൾ പറയും, അല്ല അവൾ വർഷ പറഞ്ഞത് ശരി തന്നെയാണ്, ഏട്ടൻ ഇത്രയും ഇതാവേണ്ട കാര്യമൊന്നുമില്ല, ഏട്ടൻ അങ്ങനെ ഇൻസൾട്ട് ചെയ്യും പോലെയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അത് ഒരിക്കലും അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയും. ചന്ദ്രമതി ഏറ്റുപിടിക്കുക. അപ്പോൾ പറയും, ഇവളും കൂടെ തന്നെയാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്, ഈ വീടിൻ്റെ സമാധാനം കളയുന്നത് അവർ രണ്ടുപേരും കൊണ്ടാണ്, പിന്നെ അതുകൊണ്ടാണ് ഇവരോട് ഇവിടുന്ന് പോകാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. കാരണം ഇവരുടെ മനസ്സിൽ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് സച്ചിനി രേവതിനെ അവിടുന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരൊറ്റ ഐഡിയയും കൂടി നടക്കുന്നതാണ് ചന്ദ്രമതി. അപ്പോൾ പറയും, എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് വയ്ക്കും സച്ചി, നിങ്ങളെന്താ പറഞ്ഞതെന്ന് വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താ, ഞങ്ങൾ ഇവിടുന്ന് പോകണോ, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കാനാണോ നിങ്ങളുടെ പ്ലാൻ നോക്കിയപ്പോൾ, നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഓരോരോ പ്രശ്നങ്ങളും വീട്ടിലെ സമാധാനം കളയുന്നത് നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് പറയും ചന്ദ്ര. അപ്പോൾ പറയും, അപ്പോൾ രവി പറയും, ഞാനൊരിക്കലും ഇവൻ്റെ സച്ചിയുടെ സുധിയുടെ സൈഡ് ഞാൻ പറയില്ല, പിന്നെ നിനക്ക് ഒരു കാര്യം ചെയ്യുന്നു, സുധി ചെയ്ത് തെറ്റ് തന്നെയാണ്, പാർക്കിൽ പോയി കടന്നുറങ്ങി അത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് എത്ര നാളങ്ങനെ പോവും, അത് ഇവൻ്റെ കയ്യിലും തെറ്റുണ്ട്. പക്ഷേ സുധി സച്ചി നിനക്കൊരു കാര്യം ചെയ്യുന്നു, എനിക്ക് രഹസ്യമായിട്ട് എന്നോടും അത് പറയായിരുന്നു, ഇന്നെ മരിക്കുകയാണ് സംഭവം അച്ഛാന്ന് എന്നോട് പറഞ്ഞു, ഞാനത് അവനെ വിളിച്ച് സോൾവ് ചെയ്യില്ലായിരുന്നോ, നീ ഇങ്ങനെ ഓവറായിട്ട് സംസാരിച്ചതാണ് പ്രശ്നമായതെന്ന് പറയും. ഇപ്പോൾ എല്ലാം കൂടെ എൻ്റെ മെക്കിട്ടാണോ കയറാൻ പറ്റും, ഞാൻ ചെയ്തതാണോ തെറ്റെന്ന് പറയുമ്പോൾ അപ്പോഴാണ് ചന്ദ്രമതി ഇങ്ങനെ പറയും. അപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം കയറും, കാരണം എല്ലാവരും കൂടെ സച്ചിനിട്ട് പൊരിക്കുന്നുണ്ടപ്പോൾ രേവതിക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ രേവതി പറയും, അത് ശരി, ഇപ്പോൾ ചെയ്തത് സച്ചേട്ടനാണോ പറയും. സച്ചേട്ടന് 2 ദിവസം ജോലിയില്ലാണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ എന്തുമാത്രം എൻ്റെ സച്ചേട്ടനിട്ട് കളിയാക്കി എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നു, നിങ്ങളൊക്കെ അത് മറന്നു പോയോ ചോദിക്കുകയാണ് രേവതി. അത്രയ്ക്ക് അപമാനിച്ചില്ലേ ഞങ്ങളതിനെ നിങ്ങൾ രണ്ടുപേരും കൊണ്ടു പരിഹസിച്ചു, നിങ്ങൾ കളിയാക്കി, എന്തൊക്കെ പറഞ്ഞു, വെറൊരു ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കളിയാക്കിയിട്ടില്ല, അതുപോലും ഇല്ലല്ലോ നിങ്ങൾക്ക്, അതിനൊക്കെ ആരോ ഉത്തരം പറയുമ്പോൾ ആർക്കും ഒന്നും പറയില്ല. അപ്പോൾ അത് സച്ചിക്കും വർഷയ്ക്കും ശ്രീകാന്തിനും അത് അറിയില്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ മുഖത്തോട്ട് നോക്കും. അന്ന് ഞങ്ങൾ എത്ര അപമാനിക്കപ്പെട്ടു എന്നറിയോ, 2 ദിവസമേ സച്ചേട്ടൻ ജോലിയില്ലാണ്ടിരുന്നിട്ടുള്ളൂ, ആ 2 ദിവസം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ രവി അറിയെടുത്ത വഴിക്ക്, അതല്ലല്ലോ മോളെ ഇപ്പോൾ ഇവിടുത്തെ വിഷയം, ഇപ്പോൾ ഇവൾ പോയി ശ്രുതി പണങ്ങിപ്പോയി, അവളെങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നോക്കില്ല, അവളെ അന്വേഷിക്കുകയല്ലേ വേണ്ടത്, അവളെ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാണെച്ചാ എന്ന് പറയും ശ്രുതി. അതിൽ പറയും, അന്വേഷിക്കണം മോനെ, നീ ചെയ്ത് തെറ്റാണ്, അത് നീ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ഞാൻ ന്യായീകരിക്കില്ല, നീ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്ന് പറയും. അപ്പോഴേക്കും സച്ചിൻ പറയും, നീ പോയി അവളുടെ കാല് പിടിച്ച് കൂട്ടിയും കൊണ്ട് വാടാ എന്ന് പറയും. അപ്പോൾ അവനിങ്ങനെ നോക്കുകയാണ് ദേഷ്യത്തിൽ. അപ്പോൾ പറയും, നീ പോയി അന്വേഷിച്ചിട്ട് വാ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിനി അവളുടെ മലേഷ്യയിലെ അച്ഛനോട് എന്ത് പറയും എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര നടക്കുകയാണ് പറയും. അപ്പോൾ അവർ വിളിച്ച് ഞാൻ എന്ത് ഉത്തരം ഞാൻ അവരോട് പറയുക, എനിക്കറിയില്ല, ഞാൻ ആകെപ്പാടെ എനിക്ക് പേടിയായിട്ട് വയ്യ, കയ്യും കാലും വരച്ചിട്ട് വയ്യ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. അപ്പോൾ അറിയാവുന്നിടത്തൊക്കെ അന്വേഷിക്കാമെന്ന് പറയും. അപ്പോൾ പറയും, സച്ചി നീ ഒരു കാര്യം ചെയ്യും, നീ ഇവൻ്റെ കൂടെ പോകുമെന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ പോവില്ല എന്ന് പറയും. അത് പറ്റില്ല, നീ ഒരു കാരണം നീയും കൂടിയാണ് ഈ കാര്യം ഇത്രയും വഷളാക്കിയത്, നീയും കൂടി, അപ്പോൾ നീയും കൂടെ അവൻ്റെ കൂടെ പോയി അന്വേഷിക്കുന്നത് അറിയും. എന്നെ കൊണ്ട് പറ്റില്ല അച്ഛാ അറിയും, പറ്റണം, നീ പോയിട്ട് പിന്നെ അവൻ്റെ കൂടെ തന്നെ നീയും പോകണം എന്നറിയും. അവസാനം നിവർത്തില്ല, എൻ്റെ ശരിയാണ് സച്ചേട്ടാ പോവൂ എന്ന് പറയും രേവതി, സച്ചേട്ടനും കൂടെ പോയി അന്വേഷിക്കുക, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് വിടണ്ട എന്നറിയും.
അപ്പോൾ പറയും ശരി, ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വാടാ എന്ന് പറയും. എന്നിട്ട് അങ്ങനെ പോവുകയാണ്, സച്ചി പോവുകയാണ് കാറിൽ. അത് കഴിഞ്ഞ് അപ്പോഴേക്കും സുധി ഇങ്ങനെ നിൽക്കുക, പറയും ചെല്ല് പോയി അന്വേഷിക്കുക, എവിടെയാണെങ്കിൽ അവളെ വിളിച്ചും കൊണ്ട് വാ എന്നൊക്കെ പറയും. അപ്പോൾ പറയും ചെല്ല് മോനെ, എവിടെയും പോവില്ല, അവളെ കാണാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയും ആശ്വസിപ്പിച്ച് വിടുകയാണ് കേട്ടോ. അവിടുന്ന് പിന്നെ പോവുക. അപ്പോഴേക്കും അങ്ങനെ പുറത്തുനിന്ന് സച്ചി ഹോണടിക്കുകയാണ്, വണ്ടിയുടെ ഹോണടിക്കുക, നീ പെട്ടെന്ന് അങ്ങനെ വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ അവർ രണ്ടാളും കൂടെ അങ്ങനെ പോവുക കാറിൽ. അപ്പോൾ സുധി മുന്നിൽ തന്നെ ഇരിക്കണം. അപ്പോൾ പറയും നീ പോയി പാർക്കിൽ പോയി കടന്നുറങ്ങിയിട്ട് എന്നെയും കൂടെ ബുദ്ധിമുട്ടിക്കുകയാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. അപ്പോൾ അവനാകെ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് സുധി. അപ്പോൾ പറയും നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, എന്നിട്ട് എന്നെയും കൂടെ ഇതിൽ ചേർത്ത് കുറ്റം പറഞ്ഞിരിക്കുന്നു, പണ്ടേ നീ ഫ്രോഡാണ്, നീ ചെയ്ത കള്ളങ്ങൾ മുഴുവൻ പിന്നെ എൻ്റെ തലയിലിട്ടണമെന്നൊക്കെ പറയും. അപ്പോൾ നീ ഒന്നും മിണ്ടായിരിക്കുക സുധി, സച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും അങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അപ്പോൾ നീ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് നോക്ക്, പാർലറിൽ പോയണമെന്നൊക്കെ വിളിച്ച് നോക്ക് എന്ന് പറയും. അങ്ങനെ പിന്നെ പാർലറിലേക്ക് വിളിച്ച് നോക്കുകയാണേ. പാർലറിൽ നോക്കുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന കുട്ടി എന്താ നിത്യാന്നോ എന്തോ പേരുള്ള കുട്ടി ഫോൺ എടുക്കുക. അപ്പോൾ പറയും എന്താ സാർ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും ശ്രുതി വന്നിരുന്നോ പാർലറിൽ വയ്ക്കുമ്പോൾ. വന്നിട്ടുണ്ടായിരുന്നു, 1 മണിക്കൂർ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അവിടുന്ന് പോയോ എങ്ങോട്ടാ പോയിന്ന് അതറിയില്ല. കുമാരപുരത്തേക്ക് എപ്പോഴാണ് ബസ്സെന്ന് വിളിച്ച് ചോദിക്കാൻ, അതിലൂടെ വിളിച്ച് ചോദിക്കുന്നുണ്ടു. പിന്നെ പാർലറുണ്ടായിരുന്ന ഒരു 3000 രൂപ എടുക്കുകയും ചെയ്തു എന്നറിയും. പൈസ എടുത്തിട്ടാണോ പോയി. അപ്പോൾ സ്പീക്കറിലിടാൻ പറയും നമ്മുടെ സച്ചി. അപ്പോൾ സച്ചി സ്പീക്കറിലിടാൻ പറയുമ്പോൾ അവനും കേൾക്കുന്നുണ്ടല്ലോ അത്. അപ്പോൾ പറയും അപ്പോൾ നിൻ്റെ സ്വഭാവം തന്നെയാണ് അവൾക്കും, അവൾ അവിടെ കയറി അവിടെ നിന്നുള്ള കാശ് അടിച്ചുകൊണ്ട് പോയി, എങ്ങടാ പോയത് എന്നൊക്കെ ചോദിക്കുകയാണേ. അതിൽ പറയും നീ ഒന്ന് വെറുതെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ കട്ട് ചെയ്യാൻ. അപ്പോൾ ഈ കുമാരപുരം അത് എവിടെ സ്ഥലം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പറയാണ് കുമാരപുരം എവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ അറിയുന്ന ആളുണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ നമ്മുടെ സച്ചിക്ക് വരുന്നുണ്ട്, ഒരു ട്രിപ്പ് പോകാൻ. അപ്പോൾ പറയും അയ്യോ സാറേ പറ്റില്ല, ഞാൻ കാശില്ലാത്തൊരു ട്രിപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. എന്തൊക്കെയുമ്പോൾ ഒരു ഭാര്യ പോയ കേസ് അത് അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ്. ഭാര്യ എൻ്റെ ഭാര്യയല്ല, എൻ്റെ ഏട്ടൻ്റെ ഭാര്യ എങ്ങടോ പോയി രാവിലെ, അപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നറിയോ. ട്രിപ്പിന് കാശൊന്നും കിട്ടുമൊന്നുമില്ല, വെറുതെ പോവുകയാണെന്നൊക്കെ ഇങ്ങനെ പറയും. സാറ് വേറെ ആരെങ്കിലും അന്വേഷിച്ചോ എന്നൊക്കെ പറയാൻ കേട്ടോ. അതിൽ ശരി സാറേ തന്നെ വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്ന് ഇങ്ങോട്ട് ഇതാവണേ. അപ്പം എന്താണ് നീ ഒന്ന് വണ്ടി നിർത്തുക എന്നറിയാം. അപ്പോൾ എന്തിന് വണ്ടി നിർത്തുന്നത്, നീ അവിടെ ഇരിക്കുക എന്നറിയും, നീ ഇത് കേൾക്കണം എന്നറിയും. അപ്പോഴേക്കും നമ്മുടെ രേവതിയും വിളിക്കും. രേവതി വിളിച്ചിട്ട് പറയും പിന്നെ എന്തെങ്കിലും വിവരം കിട്ടിയോ സച്ചേട്ടാ വയ്ക്കുമ്പോൾ. ഒന്നും കിട്ടിയിട്ടില്ല, പാർലറിൽ വിളിച്ച് നോക്കുമ്പോൾ കുമാരപുരത്ത് പോക്കി ബസ് എപ്പോഴാണെന്ന് ചോദിച്ചു എന്ന് അറിഞ്ഞു പറയും. കുമാരപുരത്തല്ലേ നമ്മളെ വിമലാൻ്റി താമസിക്കുന്നുണ്ട്, അതായത് ഈ ശ്രുതിയുടെ അമ്മ, അതും വേറെ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ വിമലാൻ്റി അവിടെയാണല്ലോ. വിമലാൻ്റിയും ആദ്യം നമ്മളെ അച്ഛമ്മയുടെ വീടിൻ്റെ അടുത്തല്ലേ അറിയുമ്പോൾ, അത് അവരുടെ കുടുംബ വീടാണ് തോന്നുന്നു, ഇവരുടെ വീട് കുമാരപുരത്താണ് എന്നൊക്കെ പറയും. ഓ അത് ശരി, അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചോദിച്ചു, ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം, ദൂരം കുറേ ഉണ്ട്, എൻ്റെ വണ്ടിയിലാണെങ്കിൽ പെട്രോൾ അടിക്കാനുള്ള കാശും കൂടി ഇല്ല എൻ്റെ കയ്യിൽ. നീ ഒരു കാര്യം ചെയ്യും, ഷെൽഫിൽ പൈസ ഉണ്ടാവും, നീ അത് എടുത്തിട്ട് മറ്റേ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ അപ്പോഴേക്കും അങ്ങോട്ട് വരാം എന്ന് പറയും. ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. അതിൽ പറയും നിനക്കറിയോ കുമാരപുരം എവിടെയെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, എവിടെയെന്ന് എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ ആകെ പെട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ സുധീനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സച്ചി കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി ഞാൻ ഇറങ്ങുമെന്നൊക്കെ പറയും. നീ ഒന്ന് ബസ്സിന് പോയിക്കോ, നിനക്ക് ബസ്സിന് പോകാൻ പൈസ ഉണ്ടോ, പോയിക്കോ, ഞാൻ പൈസ കയ്യിലില്ലാണ്ട് നടക്കുകയാണ്, നിനക്ക് ബസ്സിന് പോകാൻ പറ്റുമോ, നീ എവിടെ പോയി അന്വേഷിക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ആകെ വിഷമിച്ചിരിക്കും. എന്നിട്ട് അമ്മയെ വിളിക്കണം. അപ്പോൾ ഇവനെയും കൊണ്ട് ഞാൻ തോറ്റു, ഇവൻ എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേ നേരമായി തുടങ്ങിയിട്ട് അവിടുന്ന് കയറിയപ്പോൾ തുടങ്ങിയ ഇൻസൾട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും സാരല്ല, നീ ഇപ്പോൾ ഇന്നും നിലയും തുടങ്ങിയെന്നല്ല അവൻ നിന്നെ പറയല്, അത് നീ കുറച്ചു നേരം കൂടെ ക്ഷമിക്കുക, എങ്ങനെയെങ്കിലും അവളൊന്ന് കണ്ടുപിടിക്കുക, നീ പിന്നെ അവനും കൂടെ ഉണ്ടെങ്കിലേ ഇപ്പോൾ അത് നടക്കുകയുള്ളൂ എന്നൊക്കെ പറയും. അല്ലാണ്ട് നീ ഒറ്റയ്ക്ക് പോയാൽ അതെന്തായാലും നടക്കില്ല, നീ അവനെയും കൂടെ കൂട്ടിയിട്ടൊന്ന് പോയി കണ്ടുപിടിക്കുക എന്നൊക്കെ പറയും. സഹി കിട്ടാമേ എന്നൊക്കെ പറയും. സാരല്ല, നീ ക്ഷമിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും. അതിൽ പിന്നെ നമ്മളെ സച്ചിക്ക് അങ്ങനെ കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നീ കണ്ട ഉടനെ നീ എന്നെ വിളിക്കണം പിന്നെ മോനെ, ശ്രുതിനെ കണ്ട ഉടനെ നീ എന്നെ വിളിക്കണം എന്നൊക്കെ പറയാം. ശരി അമ്മ പറഞ്ഞിട്ട് തന്നെ ഫോൺ വയ്ക്കുക. അവർ പറയും വിളിക്കടാ, അമ്മ വിളിച്ച് പറ, നീ പണ്ടും നീ ചെയ്ത തെറ്റ് മുഴുവനെ ഇരട്ടിച്ചിട്ട് എൻ്റെ തലയിലിട്ടിട്ട് നീ അന്ന് രക്ഷപ്പെടുമായിരുന്നു, അന്ന് മുതൽ അവർക്ക് എന്നെ കണ്ടുകൂടാണ്ടായതാണ്, നീയാണ് എൻ്റെ ജീവിതം കൂടി നീയാണ് നശിപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണ്. അപ്പോൾ ഒക്കെ മിണ്ടാണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവസാനം അങ്ങനെ കാറ് വന്ന് പിന്നെ നമ്മുടെ രേവതി അങ്ങോട്ട് വന്ന് നിൽക്കുകയാണ് കാറിൽ. അപ്പോൾ എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേഗം സച്ചി ഇറങ്ങി ചെന്നിട്ട് പൈസയൊക്കെ മേടിക്കും. പൈസ ഉണ്ട് എന്ന് പറയും. അപ്പോൾ വല്ല വിവരം പറഞ്ഞു, ഒന്നും അറിഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ കുമാരപുരത്താണ്, എത്ര ദൂരം ഉണ്ടെന്നൊക്കെ അറിയോ, എന്നൊന്നും അറിയില്ല, ഇനി എന്തായാലും പോവുക നമുക്ക് എന്നൊക്കെ പറയും.
ശരി നീ കൂടെ കയറുമെന്നറിയാം. അപ്പോൾ അവൾ ബാക്ക് ഡോർ തുറക്കാൻ നോക്കുമ്പോൾ നീ ബാക്കിലല്ല ഇവിടെ മുന്നിൽ കയറുക. അവനപ്പം വേണ്ട സച്ചിയേട്ടാ ഞാൻ പിന്നിലിരിക്കുക അറിയും. അത് പറ്റില്ല, അവൻ ഇവിടുന്ന് ഇറങ്ങി പിന്നിലിരിക്കട്ടെ എന്നറിയും. അതിലിറങ്ങി ഇങ്ങനെ കാറിൻ്റെ ഡോർ വന്നിട്ട് ഇറങ്ങടാ എന്ന് പറയും. അപ്പോൾ ഞാനോ എന്ന് പറയും. ആ നീ ഇറങ്ങുക, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ തന്നെയാണ്, നീ ഇറങ്ങി പിന്നെ പോയിരിക്കുക എന്ന് പറയും. അതിൽ പറയും പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. ഇറങ്ങി ഇങ്ങോട്ട് എന്ന് പറയും. അപ്പോൾ ഇവള് പറയും, രേവതി എപ്പോഴും പറയും വേണ്ട ചേട്ടാ ഞാൻ പിന്നിലിരുന്നോളാം അറിയും, നീ അവിടെ നിൽക്ക്, നീ ഇറങ്ങടാ എന്ന് പറയും. അങ്ങനെ സുധീനെ ഇപ്പോൾ സുധി ഇങ്ങനെ ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ സീറ്റ് ബെൽറ്റൊന്നും അഴിക്കാണ്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതൊക്കെ അഴിച്ചിട്ട് ഇറങ്ങുക എന്ന് പറയും. അപ്പോൾ വേഗം സീറ്റ് ബെൽറ്റൊക്കെ അഴിച്ചിട്ട് കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. കാറിലിരിക്കുക, നീ കാറിൽ പിന്നില്ല, ശരി എന്നാൽ ഞാൻ പിന്നിലിരുന്നോളാം എന്ന് പറഞ്ഞിട്ട് സുധി പോയിട്ട് ഇങ്ങനെ പിന്നിലിരിക്കുകയാണ്. സച്ചി നമ്മൾ രേവതി മുന്നിലും കയറി. ഞാൻ അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ പറയും ഇനിയിപ്പോൾ എവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ അന്വേഷിക്കുക, അപ്പോൾ ഇങ്ങനെ പോയി നോക്കാം, ഇവിടെ ഇന്ന് കുമാരപുരത്തുനിന്ന് അന്വേഷിച്ച് നോക്കാം, അവിടെ എന്തായാലും പോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. 2-3 ആളും കൂടെയാണ് ഇപ്പോൾ യാത്ര. അപ്പോൾ പിന്നെ എന്താണ് അപ്പം ഇങ്ങനെ പറയും മലേഷ്യക്ക് അല്ല ഇനിയിപ്പോൾ നമ്മൾ ശ്രുതി മലേഷ്യക്കെങ്ങാനും പോയിട്ടുണ്ടോ ചോദിക്കുക നമ്മൾ രേവതി. അല്ല അത് ശരിയാണല്ലോ, എടാ മലേഷ്യക്ക് എങ്ങാനും പോയിട്ടുണ്ടാവോ രേവതി എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവള് ശ്രുതി അങ്ങനെ പെട്ടെന്നൊന്നും മലേഷ്യക്കൊന്നും പോകാൻ പറ്റില്ല. അല്ല അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിലോ എന്നറിയും. അങ്ങോട്ടൊന്നും അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അറിയും. അല്ല സാധാരണ ഇവളൊക്കെ സാധാരണ വീട്ടിൽ നിന്നൊക്കെ പിണങ്ങി കരഞ്ഞു പോകുന്നത് അവളെ അമ്മ വീട്ടിലേക്ക് അറിയും. അപ്പോൾ രേവതി പറയും ഞാൻ അങ്ങനെ കരഞ്ഞൊന്നും പോകാറില്ല അറിയാം. നീ നിൻ്റെ അമ്മ വീട്ടിലേക്കല്ലേ പോവാറ് എന്ന് ചോദിക്കും. ഞാനെൻ്റെ അമ്മ വീട്ടിലേക്കാണ് പോകുന്നത്. എന്നാൽ പിന്നെ അവളുടെ അമ്മ വീട്ടിലുണ്ടാവും, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്നറിയും. എനിക്കതൊന്നും അറിയില്ല എന്നറിയും. അങ്ങനെ കാരണം രണ്ടാളും കൂടെ ഇതാക്കുക. അപ്പോൾ ഇങ്ങനെ തമ്മിൽ തല്ലിയാണ്. അപ്പോഴും പിന്നെ സുധീനിട്ട് കൊച്ചാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് സച്ചി. അതിൽ പറയും അല്ലെങ്കിൽ നിനക്ക് എന്താ അറിയാം, നിനക്കൊന്നറിയാം, പാർക്കിൽ പോയി കിടന്നുറങ്ങാൻ അറിയാം, അതല്ലാണ്ട് നിനക്ക് എന്താ അറിയാമെന്ന് പറയും. നീ കുറേ നേരമായി എന്നെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് സച്ചി, മറ്റേ വണ്ടി ഇവിടെ നിർത്തും, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം, നീ ഇവിടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കും. അതിനൊന്നും മറുപടി ഇല്ല, കാരണം പൈസ കയ്യിലില്ല. വലിയ നീ എന്തിനാ പഠിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ പഠിച്ചത്, അച്ഛനെ കാശ് കളയാൻ വേണ്ടിയിട്ട് നീ എന്തിനാ പഠിച്ചത്, അങ്ങനെ ഇങ്ങനെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ തിളക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്വൈരവും കൊടുക്കണില്ല. അവസാനം ഇവള് പറയുകയാണ് രേവതി പറയും ഒന്നും മിണ്ടാതിരിക്കുക പറയും. അപ്പോൾ പറയും എന്താ ഇപ്പം മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കും. അല്ല ഇനി അവളെങ്ങാനും വക്കീലിനെ കാണാൻ പോയോ? അപ്പോൾ പറയും വക്കീലിനെ കാണാനോ, എന്തിനാ ഇപ്പോൾ വക്കീലിനെ കാണാൻ പോണത്? അല്ലേ ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ നേരെ വക്കീലിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവുമല്ലോ, ഇവനിപ്പോൾ ഇവൻ്റെ കൂടെ ജീവിക്കില്ല എന്നാ അവളങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ നോക്കി നമ്മുടെ സച്ചി. അതിൽ ഇവന് ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കാം വക്കീലിൻ്റെ അടുത്ത് പോയി. സുധിക്ക് അടുത്ത ഷോക്ക്. അതിൽ അറിയും അപ്പോഴും ആകെ അന്തം പൊട്ടിരിക്കുകയാണ് കേട്ടോ. എന്ന് നമ്മുടെ സുധീൻ്റെ നാവാണെങ്കിൽ വെറുതെ ഇരിക്കുകയില്ല, അവൻ ശരിക്കും കോമഡി ആയിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. കാരണം സുധി നെഞ്ച് പൊട്ടണ വിഷമത്തിലിരിക്കുമ്പോൾ സച്ചി അതിങ്ങനെ കോമഡി ആയിട്ടെടുത്ത് അങ്ങനെ ഇതാക്കുന്നതാണ്. അപ്പോൾ അവസാനം ഇപ്പോൾ വക്കീലിൻ്റെ അടുത്തും കൂടെ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് സുധിയുടെ ആവി പോയിട്ടിരിക്കുകയാണ്. അവൻ അതുവരെ അത് പ്രതീക്ഷിച്ചിട്ടില്ല, വക്കീലിൻ്റെ അടുത്ത് പോകുന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഇന്നിപ്പോൾ എന്തായാലും നമ്മുടെ ശ്രുതിനെ അന്വേഷിച്ചിട്ട് സച്ചിയും സുധിയും രേവതിയും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുമാരപുരത്തേക്ക്. അപ്പോൾ നമുക്ക് നാളെ കാണാം എന്താണ് അവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ എല്ലാവരും. അപ്പോൾ കുറേ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് കേട്ടോ. സുധി സച്ചി എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ മാറിപ്പോയിട്ടുണ്ട്, ക്ഷമിക്കുക. പിന്നെ എന്നാലും കഥയുടെ ഏകദേശ രൂപം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, എൻ്റെ കഥ കേൾക്കുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി, പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ ഒന്നൊരു സോഫ്റ്റായിട്ട് ഇടണേ. തെറ്റുകളൊക്കെ പറ്റാത്ത മനുഷ്യരുണ്ടോ? അതുപോലെ നല്ല കമൻസും നിങ്ങൾ കമൻസുകൾ പറഞ്ഞോളൂ. ചെറിയ മിസ്റ്റേക്കൊക്കെ പറഞ്ഞുതരാം, അധികം ടെൻഷൻ അടിപ്പിക്കുന്നൊന്നും പറയണ്ട. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. താങ്ക് യു.